മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിൽ വന്നു നിറഞ്ഞതിൻ്റെയും തിരുസഭ എന്ന എല്ലാ കാലഘട്ടങ്ങളെയും ഏറ്റവും വലിയ സ്നേഹക്കൂട്ടായ്മ രൂപപ്പെട്ടതിൻ്റെയും എല്ലാം അനുസ്മരണമായ പെന്തക്കുസ്ത തിരുനാളിലേക്ക് നമുക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. 50-ാം ദിവസം എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം. ഹെബ്രായ ഭാഷയിൽ ഷവോത്ത് എന്നാണ് ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. പുറപ്പാട് ജനത ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസമാണ് സീനായി മലയിൽ വെച്ച് ദൈവം മോശയിലൂടെ അവർക്ക് 10 പ്രമാണങ്ങൾ നൽകിയത്. 50-ാം ദിവസം 10 പ്രമാണങ്ങൾ ലഭിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഇസ്രായേൽ ജനത ആരംഭത്തിൽ ഷവോത്ത് അഥവാ പെന്തക്കുസ്ത തിരുനാൾ, 50-ാം ദിവസത്തെ തിരുനാൾ എന്ന അർത്ഥത്തിൽ ആചരിച്ചു പോകുന്നത്. പിന്നീട് കാലക്രമത്തിൽ ആദ്യഫലങ്ങളുടെ സമർപ്പണ തിരുനാൾ എന്നുകൂടി ഒരർത്ഥം ഇതിന് വന്നു ചേരുകയുണ്ടായി. മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിവസമാണ് ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന പുതിയ പെന്തക്കുസ്ത അനുഭവത്തിലൂടെ കടന്നുപോയത്. മലയാള ഭാഷയിൽ ദലമർമ്മരം എന്നൊരു വാക്കുണ്ട്. കാറ്റ് ഇലകളെ തൊടുന്നതിൻ്റെ സ്വരത്തെയാണത് സൂചിപ്പിക്കുന്നത്. കാറ്റ് ഓരോ ഇലകളെയും തൊടുമ്പോൾ ഓരോ സ്വരമുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുൽമേടുകളിൽ കാറ്റ് തൊടുമ്പോഴുള്ള സ്വരമല്ല മുളങ്കൂട്ടത്തിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്നത്. സ്വരത്തിൽ വ്യത്യാസമുണ്ട്, ഒരേ കാറ്റു തന്നെയാണ് തൊടുന്നതെങ്കിലും. ദൈവത്തിൻ്റെ റൂഹ മനുഷ്യരെ തൊടുമ്പോഴും ദാനങ്ങളുടെ വൈവിധ്യമുണ്ടാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊരിന്തോസുകാരുടെ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ദാനങ്ങളുടെ ആ വൈവിധ്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദാനങ്ങളുടെ ഈ വൈവിധ്യം അതിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമാണെങ്കിൽ, വരദാനങ്ങളുടെ വൈവിധ്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുസഭയെ ഇന്നും നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ തെളിവാണ് സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളും വ്യത്യസ്തമായ അഭിഷേകങ്ങളും ദാനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത്. ആ ദാനങ്ങളെയും ശുശ്രൂഷകളെയും അതിൻ്റെ വ്യത്യസ്തതകളെയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പരിപോഷണത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ മനസ്സുണ്ടാവുകയും ശ്രദ്ധയുണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ 2 പ്രവർത്തനങ്ങളെ സുവിശേഷങ്ങൾ പറയും. അതിലാദ്യത്തേത്, മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് ചെയ്ത രക്ഷാകര ചരിത്രത്തിലെ ആദ്യത്തെ പ്രവൃത്തി മിശിഹായുടെ ഭൗതിക ശരീരത്തെ മാനുഷിക ശരീരത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് മിശിഹായുടെ മാനുഷിക ശരീരത്തെ രൂപപ്പെടുത്തി. എന്നാൽ ആത്മാവിൻ്റെ 2ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് മിശിഹായുടെ ആത്മീയ ശരീരത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. പെന്തക്കുസ്തായിൽ സംഭവിച്ചത് ഈ ആത്മീയ ശരീരത്തെ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തിരുസഭയുടെ ജനന തിരുനാളായിട്ട് പെന്തക്കുസ്ത തിരുനാൾ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം അതുതന്നെയാണ്. അവിടെ രൂപപ്പെട്ടത് അഗ്നിനാവുകളായി ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ, ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ രൂപപ്പെട്ടത് തിരുസഭ എന്ന മിശിഹായുടെ ആത്മീയ ശരീരമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് സഭയിൽ ഇന്നും പ്രവർത്തന നിരതനാണ്. ദാനങ്ങളുടെ വൈവിധ്യങ്ങൾ കൊടുത്തുകൊണ്ട് കൂദാശകളിലൂടെ അവൻ ഇന്നും പ്രവർത്തന നിരതനാണ്. മിശിഹായുടെ ആത്മീയ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ ഇന്ന് പ്രവർത്തന നിരതനാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിൽ നിന്ന്
ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും അഭിഷേകം സ്വീകരിച്ച് ദാനങ്ങളുടെ കൃപകളുടെ ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ വിശ്വാസിയും ഈ ആത്മീയ ശരീരത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിശിഹായുടെ ആത്മീയ ശരീരത്തെ രൂപപ്പെടുത്താനും പണിതുയർത്താനുമുള്ള കൃപയാണ് യഥാർത്ഥ പെന്തക്കുസ്താനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മിൽ പ്രവർത്തിക്കുന്ന ദാനങ്ങൾ, നമ്മുടെ കഴിവുകൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ വഴി അത് സഭയുടെ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും സഭയെ പണിതുയർത്തുന്നതിനുമാണോ ഉപകരിക്കുന്നത് എന്നുള്ള ആത്മശോധന തന്നെയാണ്. അതുകൊണ്ട് പെന്തക്കുസ്ത എന്ന് പറയുന്നത് നമുക്ക് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് സഭയുള്ള കാലത്തോളം തുടരേണ്ട ഒരു പ്രവർത്തനമാണ്. പെന്തക്കോസ്തീന നെവർ എൻഡിങ് ഫെനോമനൻ എന്ന് പറയാം. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പെന്തക്കുസ്ത. വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം എവിടെയാണ്? സുവിശേഷങ്ങൾ ഈശോ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് പാരാക്ലേത്തോസ് എന്നാണ്. മലയാള പരിഭാഷകളൊക്കെ സഹായകൻ എന്ന് വളരെ ലളിതമായിട്ടത് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആന്തരികാർത്ഥത യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ഗ്രീക്ക് റോമൻ കോടതി മുറികളിലെ വ്യവഹാര ഭാഷയിൽ നിന്നാണ് പാരാക്ലേത്തോസ് എന്ന വാക്കിൻ്റെ വരവ്. പാരകാലയോ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുക, വക്കാലത്ത് പറയുക എന്നുള്ളതാണ്. പുരാതന ഗ്രീക്ക് റോമൻ കോടതികളിൽ പ്രതിക്കു വേണ്ടി സംസാരിക്കാൻ എത്തിയിരുന്ന ആളുടെ പേരായിരുന്നു പാരാക്ലേത്തോസ്. അങ്ങനെ പ്രതിക്കു വേണ്ടി സംസാരിക്കാൻ എത്തിയിരുന്ന, വക്കാലത്ത് പറയാൻ എത്തിയിരുന്നയാൾ കുറ്റാരോപിതൻ്റെ ഏറ്റവും ആത്മമിത്രമായിരുന്നു പാരാക്ലേത്തോസായി കോടതി മുറികളിൽ എത്തിയിരുന്നത്. കാശ് കൊടുത്തും ഉള്ള പ്രൊഫഷണൽ വക്കീലന്മാരുടെ കാലത്തിന് മുൻപ് ഒരാൾ കുറ്റമാരോപിക്കപ്പെട്ടാൽ അയാൾ നിരപരാധിയാണെന്ന് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ കോടതിയിലെത്തിയിരുന്നത് അയാളുടെ ഏറ്റവും അടുത്ത പ്രാണസ്നേഹിതനായിരുന്നു. ഈശോ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യർക്ക് ആരായിട്ടാണ് നൽകുന്നത്? പ്രാണസ്നേഹിതനായിട്ടാണ്. പ്രതിസന്ധികളിലും ഭയാശങ്കകളിലും പീഡനങ്ങളിലും ആകുലതകളിലും ഒരുപക്ഷെ എന്തു പറയണമെന്ന് വാക്കുപോലും കിട്ടാത്ത നിസ്സഹായാവസ്ഥകളിലും കൂടെ നിൽക്കുകയും സംസാരിക്കുകയും ശക്തിപ്പെടുത്തുകയും വഴികാട്ടുകയും ചെയ്യുന്ന പ്രാണസ്നേഹിതനായിട്ടാണ്, ആത്മമിത്രമായിട്ടാണ് അവൻ തൻ്റെ റൂഹായെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഈ പ്രാണസ്നേഹിതനായി തിരിച്ചറിയാനും അവനുമായൊരു സൗഹൃദത്തിലേർപ്പെടാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആത്മശോധന ചെയ്യേണ്ട യാഥാർത്ഥ്യം. ഈ പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവുമായുള്ള ആത്മസഖിത്വമാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ നിയോഗമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് അവൻ സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിതാവിനും പുത്രനും പൊതുവായിട്ട് എന്താണ് ഇവിടെ ഉള്ളത്? ദൈവത്വമാണ്, ഡിവിനിറ്റിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവമക്കളാണെന്നുള്ള തിരിച്ചറിവാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, നാം ദൈവമക്കളാണെന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഏറ്റവും ആഴമായ അവബോധം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ആത്മീയ അടുപ്പവും കൃപയുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മിശിഹായിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും തരുന്ന ഏറ്റവും വലിയ ആത്മീയമായ ദാനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കുസ്ത തിരുനാളിൽ മിശിഹായുടെ ആത്മീയ ശരീരത്തെ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് പരിശുദ്ധ റൂഹായോട് സഹകരിക്കാം. ആത്മാവുമായി ഒരു പ്രാണനെടുത്ത സ്നേഹബന്ധത്തിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും ഉന്നതമായ ആത്മീയ ബോധ്യം നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള അവബോധം നമ്മിൽ രൂപപ്പെടട്ടെ. പെന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാ നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.